സുപ്പാണ്ടിയാ? ഇന്ന് അറിവിന്റെ കേസിന്റെ വിധി പറയുന്ന ദിവസമാ. 8 വർഷം നീണ്ട നിയമയുദ്ധത്തിന് അവസാനമാകുന്നു. അതേടാ, എടാ ബന്ധമല്ലേ ജയിലിലെ നാടാ കോടതി. ശരിയാ, ഞങ്ങളിപ്പോ തിരിക്കും. ഉറപ്പാ, വെറുതെ വിടുപെടാ, ധൈര്യമായി പോന്നോളൂ. ശരിയാ ശരിയാ. നീ എന്തിനാ ഇവിടെ കൂടെ കൂട്ടിയത്? അറിവിനെ കൂട്ടിക്കൊണ്ടുവരാൻ അവളും വരുന്നെന്ന്. കഴിഞ്ഞ 8 വർഷമായി അവന് വേണ്ടി കാത്തിരുന്ന മോളല്ലേ. ഒരു പക്ഷെ അവൻ ശിക്ഷിക്കപ്പെട്ടാൽ? അപ്പാ എന്നെ ചൊല്ലേ, എന്ത് തെറ്റ് ചെയ്തിട്ടാ ശിക്ഷിക്കാൻ? വക്കീൽ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, തെളിവുകൾ ദുർബലമാണെന്നും അറിവിനെ വെറുതെ വിടുമെന്നും. 26 പ്രതികളുള്ള കേസിൽ 18ാം പ്രതിയാണ് അറിവ്. അഥവാ ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ 8 വർഷത്തിന് മേളിൽ ഒരു ശിക്ഷ ഉണ്ടാകില്ലെന്ന് വക്കീൽ ഉറപ്പ് പറഞ്ഞു. 8 വർഷം ജാമ്യം പോലും നിഷേധിക്കപ്പെട്ട അകത്ത് കിടന്നതല്ലേ. ഈ ഗ്രാമം മുഴുവൻ കാത്തിരിക്കും അറിവിനെ. മോചിക്കപ്പെട്ടു വരുന്ന അറിവിന് സ്വീകരണം കൊടുക്കുമെന്ന് എല്ലാവരും പറയുന്നേ. വൈകണ്ട 11 മണിക്ക് വിധി വായിച്ചു തുടങ്ങും. മോൾ അമ്മയുടെ ബാഗിങ് എടുത്തു. പൊങ്കൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അറിവിന് കൊടുക്കാൻ, അതുകൂടി എടുത്തു. നീ എന്തിനാ ഇവിടെ കൂടെ കൂട്ടിയത്? ഇവിടെ വന്ന ശേഷം അവൾ കണ്ടാ പോരായിരുന്നോ? കഴിഞ്ഞ 8 വർഷമായി അവനെ മാത്രം നനച്ച് കാത്തിരുന്ന പെണ്ണ. നമ്മുടെ കണ്ണീര് വാത്സല്യത്തിൻ്റെതാ, മറിച്ച് അവളുടേതോ പ്രണയത്തിൻ്റെതും. നേർച്ചയും കാഴ്ചയുമായി ശ്രീകോവിലിന് മുമ്പിൽ ദിവസവും കൈവെള്ളയിൽ കർപ്പൂരം കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നവളവൾ. പ്രണയത്തിന്റെ ഒരിക്കലും ഉണങ്ങാത്ത വ്രണം കൈവെള്ളയിൽ കരുതുന്നവൾ. ആഞ്ജനേയന്റെ മുന്നിൽ വെച്ച് അവൻ വാങ്ങിത്തന്ന പൂ തലയിൽ ചൂടിച്ച് ജീവിതത്തിലേക്ക് സ്വീകരിച്ചതാ ഞാൻ ആ മോളെ. അവളുടെ വിളി കേൾക്കാതിരിക്കാനും മാത്രം പൊട്ടനല്ല ഈശ്വരൻ. സേലത്തുനിന്ന് സുപ്പാണ്ടി വരും, ബന്ധുക്കൾ പലരും വരും അറിവിനെ സ്വീകരിക്കാൻ. 8 വർഷം നീണ്ട നിയമയുദ്ധം, പരിഹാസം. ഇന്ന് മകൻ നിരപരാധിയാണെന്ന് കോടതി വിധിക്കുമ്പോ നമ്മളാ, ഈ കുടുംബമാ ഒരു വലിയ കുറ്റഭാരത്തിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നത്. അമ്മ പോകാം. പൊങ്കലെടുത്തോ? പൊങ്കലെടുത്തു, പ്രസാദം എടുത്തു, എല്ലാം എടുത്തു. എങ്കിൽ പോകാം. നില്ലമ്മ. കോടതി അടച്ചിട്ട കോടതിയാ. അതിനകത്തേക്ക് പത്രക്കാർക്കോ പ്രതികളുടെ ബന്ധുക്കൾക്കോ അങ്ങനെ ആർക്കും പ്രവേശനമില്ല. പത്രക്കാരും പോലീസുകാരുമായി ഒരുപാട് കൂട്ടമുണ്ടല്ലോ. കൊല്ലപ്പെട്ട ആളിന്റെ കാര്യത്തിലും പ്രതി ചേർക്കപ്പെട്ട ആളിന്റെ പേരിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട പ്രമാദമായ കേസല്ലേ. അതിന്റെ വിധിക്കായി ലോകം കാതോർത്തിരിക്കുക. എന്താടാ സഞ്ജയൊക്കെ തൂക്കി? ലഡു പേരറിവ് പുറത്തു വന്ന ഉടനെ ലഡു എല്ലാവർക്കും വിതരണം ചെയ്തു. ഹലോ ശുപ്പാണ്ടിയണ്ണ. അല്ല ഇവളെന്തിനാ ഇങ്ങോട്ട് കൂടിക്കൊണ്ട് വന്നത്? അവൾ അറിവിന്റെ പെണ്ണാടാ, ചെങ്കൊടി. അത് ശരി, ജയിലിൽ കിടക്കുന്നതിന് വേണ്ടി കല്യാണം ആലോചിച്ച് കഴിഞ്ഞോ? ആലോചന തീരുമാനമൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞതാ. അറിവ് ഇന്ന് വന്നിട്ട് ദിവസം തീരുമാനിക്കും. ഞങ്ങളുടെ കല്യാണത്തിന് ശുപ്പാണ്ടിയണ്ണ കണ്ടിപ്പാ വരണം. കാരണക്കാരൻ ഞാനാ. ഞാൻ വരാതിരിക്കുവോ? കൊള്ളാം. പൊണ്ടാട്ടിയും കുളന്തകളൊക്കെ നല്ല ഇറക്കി ചിറ്റപ്പ. മക്കളുടെ പേരൊക്കെ? മൂത്ത ആള് പെണ്ണ് സെൽവി, മോൻ സെൽവൻ. സേലത്തുനിന്ന് ഞങ്ങൾ ഒരു വണ്ടി ആള് വന്നിട്ടുണ്ട്. പ്രതികളുടെ എല്ലാ ബന്ധുക്കളും ലഡുവും പൂവായിട്ടാ വന്നിരിക്കുന്നത്. അതെ, വിധി കഴിഞ്ഞാലും നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി റിലീസാകാൻ കുറെ സമയം എടുക്കുമെന്ന് വക്കീല് പറഞ്ഞു. എന്തായാലും ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം. പത്രക്കാരും ചാനലുകാരും പലതും ചോദിച്ചുകൊണ്ട് വരും. നമ്മളൊന്നും സംസാരിക്കുന്നില്ല. മരിച്ചവരുടെ കുടുംബത്തിന്റെ നഷ്ടം വലുതാ, രാജ്യത്തിനേറ്റ നഷ്ടം അതിലും വലുതാ. അറിവിനെ പഠിക്കാൻ വിടണം. ഇപ്പോഴവന് 28 വയസ്സായി കാണും.
സമയമൊട്ടും വേഗത്തിലല്ല നീങ്ങുന്നതല്ലേ. അറിവ് ജയിലിലായതിനു ശേഷം രാത്രിക്കൊക്കെ എന്തു വലിപ്പമാ തോന്നുക. ഉറക്കം വരാത്ത എത്രയോ രാത്രികൾ. വിശ്വസിച്ച പാർട്ടിയും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ നമ്മൾ അവഗണിച്ചു. നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം. എന്താ? നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന്. പാണ്ഡി എന്താ? രാജീവ് ഗാന്ധി വധക്കേസിലെ 26 പ്രതികളെയും കോടതി തൂക്കാൻ വിധിച്ചു. അറിവിനും നളിനിക്കും കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്നാണ് കോടതി വിധി. കള്ളം! കോടതിയിൽ കള്ളം പറയുന്നു! കോടതിയിൽ കള്ളം പറയുന്നു! കോടതിയിൽ കള്ളം പറയുന്നു! ഭരണകൂടവും പോലീസും നീതിപീഠവും എന്നെ ചതിച്ചു, എന്നെ ചതിച്ചു. കടവുളെ എന്നെ ചതിച്ചു. കടവുളെ In facts are stated somewhat exhaustively in their judgments. To recapitulate briefly, 1998 ജനുവരി 28 പ്രത്യേക ടാഡ കോടതി പേരറിവാളൻ ഉൾപ്പെടെ രാജീവ് ഗാന്ധി വധക്കേസിൽ പേര് ചേർക്കപ്പെട്ട 26 പ്രതികളെയും തൂക്ക് ദണ്ഡനയ്ക്ക് വിധിച്ചു. 1999 മെയ് 10 സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപ്പീലിന് വിധി പറയുകയുണ്ടായി. സുപ്രീം കോടതിയുടെ 3 അംഗ ബെഞ്ച് വധശിക്ഷയ്ക്ക് വിധിച്ച 26 അംഗങ്ങളിൽ 19 പേരെ വെറുതെ വിടുകയും 3 പേരെ ജീവപര്യന്തം തടവിന് വിധിക്കുകയും നളിനി, മുരുകൻ, ശാന്തൻ, പേരറിവാളൻ എന്നിവരുടെ വധശിക്ഷ ശരിവെക്കുകയും ചെയ്തു. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം വധശിക്ഷയ്ക്ക് വിധിച്ച പേരറിവാളൻ. ഞാൻ മോഹൻരാജ്. എനിക്ക് സാറിന് മറക്കാൻ പറ്റുമോ? സാറ് പറഞ്ഞിട്ടാ ഞാൻ ചെയ്യാത്ത അറിയാത്ത കുറ്റങ്ങളൊക്കെ സമ്മതിച്ചത്. അതുകൊണ്ട് തൂക്കേറിലേക്കുള്ള വിളിയും കാത്ത് ഇതിനകത്ത്. മരണത്തേക്കാൾ ഭീകരമാ സാറേ മരണം കാത്തിരിക്കുന്നത്. അതിനേക്കാൾ ഭീകരമാ കൊലപാതകി എന്ന വിളിപ്പേര് പേരുന്നത്. ഞാനൊരു സാധാരണ പോലീസുകാരനായിരുന്നു. ടാഡ കോടതിയെപ്പറ്റി എനിക്ക് വേണ്ടത്ര വിവരമില്ലായിരുന്നു പറഞ്ഞാൽ അറിവ് വിശ്വസിക്കുമോ? സാധാരണ കോടതി പോലീസ് കസ്റ്റഡിയിൽ രേഖപ്പെടുത്തുന്ന കുറ്റസമ്മത മൊഴി തെളിവായി സ്വീകരിക്കാറില്ല. പോലീസ് കുറ്റം സമ്മതിപ്പിക്കുന്നത് എങ്ങനെയെന്ന് കോടതിക്കും പൊതുസമൂഹത്തിനും അറിയാം. അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ കരുതിപ്പോയി. ആ കുറ്റസമ്മത മൊഴിയാണ് അറിവിനെ തൂക്കുതണ്ടയ്ക്ക് വിധിക്കാൻ കാരണമെന്നറിയുമ്പോൾ പേരറിവേ മன்னிക്കണം. ഞാൻ തല്ലി നോവിച്ച, ഞാൻ ഉപദ്രവിച്ച അക്കാലം തൊട്ട് തൊഴുത് ഞാൻ മാപ്പ് ചോദിക്കുക. മன்னிക്കണം. என்ன சார் இது இப்படியெல்லாம் சொல்றே? പറവില്ലേ? എനിക്കറിയാം സാറിന്റെ നിസ്സഹായാവസ്ഥ. എനിക്കറിയാം. സാർ മകൻ നല്ല ഇരിക്കാ? അയാൾക്ക് വേല കിടച്ചാ? സാറിന്റെ ഡ്യൂട്ടി ചെയ്തു. ഇതെന്നോട് വിധി. ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഈ യൂണിഫോം ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഞാൻ പൊതുമക്കളോട് പറയും, നീ നിരപരാധിയായിരുന്നുവെന്ന്. പൊതുമക്കളല്ല എന്നെ തൂക്കാൻ വിധിച്ചത്. അതുകൊണ്ട് അവർക്ക് എന്നെ മോചിപ്പിക്കാൻ അവകാശമില്ല. ഞാൻ കോടതിയിൽ പോകും. തൂക്കുതലിനെതിരെ ഞാൻ കേസ് കൊടുക്കും.
രാജീവ് ഗാന്ധി വധക്കേസിന്റെ അന്വേഷണം നേരായ വഴിക്കല്ല നടന്നതെന്ന് ഞാൻ വാദിക്കും. ഞാൻ കേസ് അന്വേഷിച്ച പോലീസുകാരിൽ ഒരാളാ. ഒരു നിരപരാധിയെ തൂക്കാൻ വിധിക്കാൻ കാരണക്കാരനായവൻ അധാർമികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് എനിക്ക് മോചനമില്ല. ചോദ്യം ചെയ്യലിനിടയിൽ മരിച്ചുപോയാൽ മതിയായിരുന്നു. അതിലും കഷ്ടമാ എൻ്റെ ജീവിതം. 24 മണിക്കൂർ ഈ തടവറയിൽ ഒന്ന് കിടന്നു നോക്കണം. അപ്പോഴറിയാം സ്വാതന്ത്ര്യത്തിന്റെ വില. എൻ്റെ സങ്കടത്തിനും വേദനയ്ക്കും സഹനത്തിനും നടുവിൽ നിങ്ങളുടെ മാപ്പ് പറച്ചിൽ എന്ത് വില. താങ്ക്സ്. നന്നായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം. ബായ്. വണക്കം അയ്യ. പോണം. പോലീസ് വേഷം പോട്ടുകൊണ്ടുള്ള മോഹൻരാജിന്റെ അവസാനത്തെ ഡ്യൂട്ടി ശിക്ഷിക്കപ്പെട്ട നിന്റെ നിരപരാധിത്വത്തിന് മുന്നിൽ